ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് നൗണിനെ കുറിച്ചാണ്. നൗൺ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ്. എന്താണ് നൗൺ? നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെയിമിംഗ് വേർഡിനെയാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. ഒരു കാര്യത്തിൻ്റെ പേരായ നാമം, അതിനെയാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. ആൻഡ് നൗണിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ്? നൗണിൽ ഉൾപ്പെടുന്നത് വ്യക്തി ഉൾപ്പെടാം. ഇപ്പോൾ ടീച്ചർ, ബോയ്, മദർ എന്നൊക്കെ പറയുന്നത് തീർച്ചയായും നൗൺ ആണ്. ഇനി നൗൺ പ്ലേസിൻ്റെ പേരുകൾ, സ്കൂള്, കേരള, പാർക്ക്, ഇങ്ങനെ പ്ലേസിൻ്റെ നെയിംസ് വരുന്നതെല്ലാം നൗൺസ് ആണ്. ആൻഡ് തിങ്, എന്തെങ്കിലും വസ്തുക്കൾ, ബുക്ക് നൗണാണ്, പെൻ നൗണാണ്, ടേബിൾ നൗണാണ്. ആൻഡ് ഐഡിയാസും ഫീലിങ്സും നമുക്ക് നൗണിൻ്റെ അകത്ത് ഉൾപ്പെടുത്താവുന്നതാണ്. ഐഡിയാസ് ലൈക്ക് ഫ്രീഡം, ഫീലിങ്സ് ലൈക്ക് ലവ്, ഹാപ്പിനെസ്, ഇതെല്ലാം നൗണിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. സോ ബേസിക്കായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചേക്കേണ്ട കാര്യം ഇതാണ്. നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെയിമിംഗ് വേർഡാണ്. അത് ഒരു പേഴ്സണെ, പ്ലേസിനെ, തിങ്ങിനെ, ഐഡിയയെ, ഫീലിങ്ങിനെ കുറിക്കുന്ന നെയിമിംഗ് വേർഡ്സ്, അതിനെയാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. ഇനി നൗണിൽ കുറച്ചുകൂടെ എക്സ്റ്റെൻസീവായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അത് വരും ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. എനിവേ, താങ്ക് യു.